ഹായ് എവ്രിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൺ. നമ്മൾ പല വിധത്തിലുള്ള ബിരിയാണികൾ ഉണ്ടാക്കാറുണ്ട്. അതിൽ ഏറ്റവും എളുപ്പമാണ് ഷ്രിംപ് ബിരിയാണി. അതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഷ്രിമ്പിൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അതിന് ഇത് ഷ്രിമ്പിൻ്റെ ഷെല്ലാണ്. അതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് അത് തിളപ്പിച്ച് 1 കപ്പാക്കി എടുക്കണം. ഈ വെള്ളം നമ്മൾ ചോറ് കുക്ക് കൂടെ ചേർക്കുമ്പോൾ ആ ഷ്രിമ്പിൻ്റേതായിട്ടുള്ള ഒരു നല്ല ഫ്ലേവർ ബിരിയാണി വെച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. ഷ്രിമ്പിൻ്റെ സ്റ്റോക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഞാൻ ഷ്രിമ്പ് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഷ്രിമ്പ് ഞാൻ എടുത്തിരിക്കുന്നത് 2 പൗണ്ടാണ്. മാരിനേഷന് ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ക്രഷ്ഡ് കുരുമുളക്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഷ്രിമ്പിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അരമണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് ഇരിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഇനി ഇത് മാറ്റിവെക്കാം. ഇനി ഞാൻ സവോള വറുത്തെടുക്കാനായിട്ട് പോവുകയാണ്. ഈ പാത്രത്തിൽ ഞാൻ 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് 2 വലിയ സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിരിക്കുന്നതാണ്. ഇത് നല്ല ഗോൾഡൻ കളറിൽ വറുത്ത് എടുക്കണം. ഈ സവോളയുടെ കുറച്ച് മസാല ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നതിനും കുറച്ച് ചോറ് നമ്മൾ വെച്ച് കഴിഞ്ഞ് അത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനാണ്. സവോള വാടി വരുന്നുണ്ട്. ഇനി ഇത് ബ്രൗൺ നിറമാകാനായിട്ട് ഒരു 3-4 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഇപ്പം ഇത് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിൽ ഞാനിത് കോരി മാറ്റാൻ പോവുകയാണ്. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഈ പരുവത്തിൽ നമ്മൾ കോരി മാറ്റണം. ഈ ഉള്ളി വറുത്ത പാത്രത്തിൽ തന്നെ ഞാൻ ഷ്രിമ്പിനുള്ള മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ബാക്കിയുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 3 പച്ചമുളക്. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 3 മാത്രം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിച്ചിരി കൂടെ വേണമെന്ന് വരികയും മുളക് പൊടി കൂട്ടുകയോ പച്ചമുളക് കൂടുതലാക്കുകയോ ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് വാടി വന്നു കഴിഞ്ഞിട്ട് സവോള ചേർക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒരുമാതിരി വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സവോള ആഡ് ചെയ്തു. ഇത് 2 വലിയ സവോളയാണ് ഇട്ടിരിക്കുന്നത്. ഈ സവോള ഇനിയും നന്നായിട്ട് വാടണം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നു. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നു. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ഞാൻ ടൊമാറ്റോ ചേർക്കുന്നത്. ഉള്ളി മസാലപ്പൊടി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ ആഡ് ചെയ്യുകയാണ്. ഇത്
ഇത് 3 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി ഇത് ഉള്ളിയായിട്ട് നന്നായിട്ട് അത് വെന്ത് വരണം. ടൊമാറ്റോയും ഉള്ളിയും നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മിൻറ്റ് ലീഫ് ആഡ് ചെയ്യുന്നു. കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുന്നു ഇതിലേക്ക്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പുളിയില്ലാത്ത തൈരും കൂടെ ആഡ് ചെയ്യുകയാണ്. ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നു. ഇതെല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയുടെ ഒരു അരഭാഗം ഇതിൽ ഞാൻ ഞെരടി ആഡ് ചെയ്യുകയാണ്. ഇതിങ്ങനെ ചേർക്കുന്നത് കൊണ്ട് ബിരിയാണിക്ക് നല്ല ഫ്ലേവർ ആയിരിക്കും. ബാക്കി നമ്മൾ ചോറ് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കാനാണ്. ഇതിലേക്ക് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷ്രിമ്പ് ആഡ് ചെയ്യുന്നു. ഈ ഷ്രിമ്പ് ആഡ് ചെയ്തതിൻ്റെ ശേഷം ഒരുപാട് സമയം നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഷ്രിമ്പ് പെട്ടെന്ന് വേകുന്നതാണ്. ഒരു 5 മിനിറ്റ്. ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. ഷ്രിമ്പ് മസാലയിൽ ആഡ് ചെയ്തിട്ട് 6 മിനിറ്റോളം കഴിഞ്ഞു. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയും ഇതിൽ ഉപ്പ് വേണമെന്ന് വരികിൽ ആഡ് ചെയ്യണമെന്ന് വരികിൽ നല്ല സമയമാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വരികിൽ ഉപ്പ് ആഡ് ചെയ്യാം. ഇനി ഞാൻ ഇതിൻ്റെ സ്റ്റൗവ് ഓഫാക്കാൻ പോവുകയാണ്. ഇനിയും ഞാൻ ബിരിയാണിക്കുള്ള ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഞാൻ ഈ പാത്രത്തിൽ 5 കപ്പ് വെള്ളമാണ് തിളപ്പിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ 1 കപ്പ് ഷ്രിമ്പിൻ്റെ സ്റ്റോക്കും കൂടെ അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് 6 കപ്പ് വെള്ളം. 3 കപ്പ് ബാസ്മതി റൈസാണ് ഞാൻ ഇതിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള തോതിലാണ് ഞാൻ വെള്ളം തിളപ്പിക്കാറുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സിനമൺ, ഒരു തക്കോലം, അതായത് സ്റ്റാർ അനീസ് എന്ന് പറയുന്നത് ഒരെണ്ണം, ഒരു 8 ഗ്രാമ്പു, 5 ഏലക്കായും 2 ബേ ലീഫും ഇതിലിട്ട് തിളപ്പിക്കുകയാണ്. ഇനി ഞാൻ ചോറിനുള്ള അരി ഒന്ന് വറുത്ത് എടുക്കാൻ പോവുകയാണ്. ഒരു 5 മിനിറ്റ് ഞാൻ വറുക്കത്തുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിൽ ഒഴിക്കുന്നു. ഈ ഗീ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കുന്നു. ഒരു 5 മിനിറ്റ് മാത്രമേ ഇത് ഞാൻ റോസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇതുപോലെ ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർക്ക് നമ്മൾ വെള്ളം തിളപ്പിച്ച് അതിൽ സ്പൈസസ് ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അരി അതിലിട്ട് വെന്ത് ഊറ്റിയാൽ മതി. വെന്ത് ഊറ്റുമ്പോൾ ഒരു 1/4 പാകത്തിൽ മാത്രമേ വെന്ത് എടുക്കാവുള്ളൂ. ഇത് ബാസ്മതി റൈസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നന്നായിട്ട് കഴുകി 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിരിക്കുന്നതാണിത്. ഇത് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ഗീ ഞാനിതിൽ ആഡ് ചെയ്തു. വെള്ളം നന്നായിട്ട് ബോയിൽ ചെയ്യുന്നുണ്ട്. ഈ വെള്ളം ഞാൻ അരിയിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഈ അരിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചോറ് വേകുമ്പോഴത്തേക്കിന് ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ടത് വെന്ത് വരും. ഈ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്.
ചോറ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തു. സ്റ്റൗ ഓഫ് ആക്കുകയാണ്. ഇനി ഞാൻ ഈ ചോറും ഷ്രിമ്പും കൂടെ ഓവനിൽ വെച്ചാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നതിന്, ഈ ദം ഇടുന്നതിന് പകരമായിട്ട്. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ടത് വെന്ത് വന്നിട്ടുണ്ട്. ചോറും ഷ്രിമ്പും റെഡി ആയിട്ടുണ്ട്. അതിന് ഞാൻ ഓവനിൽ വെക്കാനായിട്ട് റെഡിയാക്കാൻ പോവുകയാണ്. അതിന് ഞാൻ ഓവനിൽ വെക്കാനുള്ള ട്രേയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുന്നു. കൈകൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. ആദ്യം ഞാൻ കുറച്ച് ചോറ് അടിയിൽ നിരത്തുകയാണ്. ഈ ചോറിലേക്ക് ഞാൻ സ്വല്പം സാജീരകം ആഡ് ചെയ്യുന്നു. അത് ഞാൻ ചോറ് കുക്ക് ചെയ്തപ്പോൾ ചേർക്കേണ്ടതായിരുന്നു, അത് വിട്ടുപോയി. അതുകൊണ്ട് ഓവനിൽ ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുൻപ് ഞാനത് ചേർക്കുകയാണ്. സ്വല്പം മിന്റ് ലീഫ്, കുറച്ച് മല്ലിയില, 1 ടീസ്പൂൺ ഗീയും കൂടി ഞാൻ ഒഴിക്കുന്നു. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ ഷ്രിമ്പ് ആഡ് ചെയ്യുകയാണ്. ആവശ്യത്തിനുള്ള, അധികം വെള്ളമാകാതെ ആവശ്യത്തിനുള്ള ഗ്രേവി ഇതിലുണ്ട്. മുകളിൽ സ്വല്പം ഒനിയൻ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുക. ഇതിന്റെ മുകളിൽ ബാക്കി ചോറ്. ഈ ചോറിൽ കളർ കൊടുക്കുന്നതിന് സാഫ്രോൺ സ്വല്പം ചൂടുപാൽ കലക്കിൽ വെച്ച് അതിൽ നിങ്ങൾക്ക് സ്പ്രിങ്കിൾ ചെയ്യാം. അല്ലെങ്കിൽ മഞ്ഞൾ സ്വല്പം വെള്ളത്തിൽ കലക്കി സ്പ്രിങ്കിൾ ചെയ്താലും മതി. ചോറിന് സ്വല്പം കളർ കിട്ടും. പക്ഷെ ഞാനത് ആഡ് ചെയ്യുന്നില്ല. ഈ ചോറിൻ്റെ മുകളിൽ സ്വല്പം സാജീരകം ഞാൻ സ്പ്രിങ്കിൾ ചെയ്യുകയാണ്. അത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. മുകളിൽ സ്വല്പം മിന്റ് ലീഫ്, മല്ലിയില, മല്ലിയില ഞാൻ 1 കപ്പോളവും മിന്റ് 1/2 കപ്പും ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. സ്വല്പം ഒനിയൻ ഇതിൽ സ്പ്രിങ്കിൾ ചെയ്യുകയാണ്. അവസാനം ഞാൻ ഇതിൽ 1 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ആഡ് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ ഇത് ഉണ്ടാക്കിയപ്പോൾ അധികം ഗീ ഒന്നും നമ്മൾ ആഡ് ചെയ്തില്ല, വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിച്ചത്. അതുകൊണ്ട് ബിരിയാണിയിൽ ഒരു സ്വല്പം ഗീ കൂടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ റൈസിനി ഞാൻ ഓവനിൽ വെക്കാൻ പോവുകയാണ്. അതിന് ട്രേ ഒരു ഫോയിൽ പേപ്പർ ഇട്ട് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് വെച്ച് ഓവൻ പ്രീഹീറ്റ് 350 പ്രീഹീറ്റ് ചെയ്തതാണ്. അത് ഒരു 15 മിനിറ്റ്സ് ഓവനിൽ വെച്ചാൽ മതി. ഓവനിൽ നിന്നും ബിരിയാണി പുറത്തെടുത്തിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് ഞാൻ സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്.
ഗസ്റ്റിന് കൊടുക്കാൻ പറ്റിയതാണ് ഈ റെസിപ്പിയിലുള്ള ഷ്രിമ്പ് ബിരിയാണി. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.